1 രൂപ നാണയം കൊണ്ട് ഇന്ന് നമുക്ക് എന്തൊക്കെ വാങ്ങാൻ കിട്ടും? ഒരു മിഠായി പോലും കിട്ടാത്ത ഈ കാലത്ത് വെറും 5 രൂപയ്ക്ക് നിങ്ങൾക്ക് 89 കിലോമീറ്റർ ദൂരം അത്യാധുനിക ആഡംബര സൗകര്യങ്ങളോടെ യാത്ര ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കണം, കാരണം നിങ്ങൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അതും അന്തരീക്ഷത്തിലേക്ക് ഒരു തുള്ളി പുക പോലും പുറത്തുവിടാതെ വെറും ശുദ്ധമായ വെള്ളവും നീരാവിയും മാത്രം പുറന്തള്ളുന്ന ഒരു സൂപ്പർ ഹൈടെക് ട്രെയിനിൽ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ചൈനയും അമേരിക്കയും ജപ്പാനും ഉൾപ്പെടെയുള്ള ലോകശക്തികൾ അമ്പരപ്പോടെ നോക്കി നിൽക്കെ ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ ഏറ്റവും വലിയ സുവർണ അധ്യായം കുറിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഇന്ത്യയുടെ സ്വന്തം ആദ്യത്തെ ബ്രോഡ് ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ നമോ ഗ്രീൻ റെയിൽ ഇതാ ഇന്ത്യൻ പാതകളിൽ കുതിച്ചു പായാൻ തുടക്കമിട്ടിരിക്കുന്നു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അത്യാധുനിക ഹരിത തീവണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ പിറന്നത് കേവലം ഒരു ട്രെയിൻ സർവീസ് മാത്രമല്ല, മറിച്ച് ആഗോള സുസ്ഥിര ഗതാഗത രംഗത്ത് ഇന്ത്യയുടെ അപ്രമാദിത്യം ഉറപ്പാക്കുന്ന ഒരു പുതിയ യുഗമാണ്. റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്, ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി എന്നിവരുടെ സാന്നിധ്യത്തിൽ രാജ്യത്തിന് സമർപ്പിച്ച ഈ ട്രെയിൻ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും തിളക്കമുള്ള പ്രതീകമാണ്. ആഗോളതലത്തിൽ ഈ സാങ്കേതിക വിദ്യ കൈവരിച്ച ചുരുക്കം ചില രാജ്യങ്ങളുടെ എലൈറ്റ് ക്ലബിലേക്ക് ഇന്ത്യ 6ാമത്തെ രാജ്യമായി തലയുയർത്തി നിൽക്കുമ്പോൾ അതിന് പിന്നിലെ അത്ഭുതപ്പെടുത്തുന്ന ഡാറ്റകളും ആരെയും ഞെട്ടിക്കുന്ന ഈ ടിക്കറ്റ് നിരക്കുകളും ഈ ട്രെയിനിന്റെ സാങ്കേതിക രഹസ്യങ്ങളും നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഒരു ഹൈഡ്രജൻ ട്രെയിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വൻ തുക ടിക്കറ്റ് നിരക്കായി നൽകേണ്ടി വരുമെന്ന ചിന്തയായിരിക്കും. എന്നാൽ ഇവിടെയാണ് ഇന്ത്യൻ റെയിൽവേ വിപ്ലവം സൃഷ്ടിക്കുന്നത്. സാധാരണക്കാരായ യാത്രക്കാർക്ക് താങ്ങാനാവുന്ന വിധത്തിലുള്ള അത്ഭുതപ്പെടുത്തുന്ന ടിക്കറ്റ് നിരക്കാണ് ഈ ട്രെയിനിന്റെ ഏറ്റവും വലിയ ആകർഷണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വെറും 5 രൂപ മുതലാണ് നമോ ഗ്രീൻ റെയിലിലെ യാത്രാക്കൂലി ആരംഭിക്കുന്നത്. ജിന്ദിൽ നിന്നും സോനിപത്ത് വരെയുള്ള 89 കിലോമീറ്റർ ദൂരത്തെ മുഴുവൻ യാത്രയ്ക്ക് പരമാവധി ഈടാക്കുന്നത് വെറും 25 രൂപ മാത്രം. ഇന്നത്തെ കാലത്ത് ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്കിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഇത്രയും ദൂരം അതിവേഗം യാത്ര ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേക്ക് മാത്രം സാധ്യമാകുന്ന ഒരു അത്ഭുതമാണ്. രാജ്യത്തെ ഏറ്റവും ചിലവ് കുറഞ്ഞതും എന്നാൽ ഏറ്റവും ആധുനികവുമായ പൊതുഗതാഗത സംവിധാനമായി നമോ ഗ്രീൻ റെയിൽ മാറിക്കഴിഞ്ഞു. സാധാരണയായി വിദേശ രാജ്യങ്ങളിൽ, അതായത് ജർമ്മനിയിലോ ജപ്പാനിലോ ഒക്കെ നമ്മൾ കാണുന്ന ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് 2ഓ 4ഓ കോച്ചുകൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഭാരതത്തിൻ്റെ എഞ്ചിനീയറിംഗ് മികവ് ലോകത്തിന് മുന്നിൽ മാതൃകയാകുന്നത് ഇവിടെയാണ്. മൊത്തം 10 കോച്ചുകളായിട്ടാണ് ഈ അത്യാധുനിക തീവണ്ടി സർവീസ് നടത്തുന്നത്. ഒരേ സമയം 2600ഓളം യാത്രക്കാരെ സുരക്ഷിതമായി വഹിക്കാൻ ശേഷിയുള്ള ഈ ട്രെയിൻ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ബ്രോഡ് ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന സമാനതകളില്ലാത്ത ആഗോള റെക്കോർഡും സ്വന്തമാക്കി കഴിഞ്ഞു. ഈ 10 കോച്ചുകളിൽ മുന്നിലും പിന്നിലും ഉള്ള 2 കോച്ചുകൾ പവർ കാറുകളായി പ്രവർത്തിക്കുമ്പോൾ മധ്യത്തിലുള്ള മറ്റ് 8 കോച്ചുകൾ യാത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ്. പൂർണ്ണമായും ആഭ്യന്തരമായി ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധർ വികസിപ്പിച്ചെടുത്ത ഈ ഡിസൈൻ ആഗോള റെയിൽവേ രംഗത്ത് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് കരുത്ത് വിളിച്ചോതുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ ഇതും കൂടി പരമ്പരാഗത ഡീസൽ എഞ്ചിനുകളിൽ നിന്നും ഇലക്ട്രിക് തീവണ്ടികളിൽ നിന്നും ഈ ട്രെയിനിനെ വേറിട്ട് നിർത്തുന്നത് ഇതിൻ്റെ ഇന്ധന സാങ്കേതിക വിദ്യയാണ്. ഇതിന് മുകളിൽ നമ്മൾ സാധാരണ കാണുന്ന കനത്ത ഇലക്ട്രിക് കേബിളുകളോ ലൈനുകളോ ഒന്നുമില്ല. പകരം ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ പ്രകാരം ട്രെയിനിൽ സംഭരിച്ചിരിക്കുന്ന ഹൈഡ്രജനും അന്തരീക്ഷത്തിലെ ഓക്സിജനും പരസ്പരം സംയോജിപ്പിച്ചുണ്ടാക്കുന്ന രാസപ്രവർത്തനത്തിലൂടെയോ അതൊക്കെയാണ് ഈ ട്രെയിൻ ഓടിക്കാൻ ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്നാൽ ഈ പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിലേക്ക് വിഷപ്പുകയോ കാർബൺ മലിനീകരണമോ ഒന്നും ഉണ്ടാകുന്നില്ല. പകരം പൂർണ്ണമായും ശുദ്ധമായ നീരാവിയും ജലബാഷ്പവും മാത്രമാണ് ഇതിൽ നിന്നും പുറന്തള്ളപ്പെടുക. അതായത് 100% മലിനീകരണമില്ലാത്ത സീറോ എമിഷൻ യാത്രയാണ് ഭാരതീയ റെയിൽവേ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. വെറുമൊരു പരിസ്ഥിതി സൗഹൃദ ട്രെയിൻ മാത്രമല്ല ഇത്, കനത്ത കരുത്തുള്ള ഒരു രാക്ഷസൻ എഞ്ചിനാണ് ഇതിൻ്റേത്. അതിശക്തമായ 3200 HP പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഈ ട്രെയിനിൻ്റെ എഞ്ചിനിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിലാണ് ഇത് സർവീസ് നടത്തുന്നത്. എങ്കിലും പരമാവധി 110 കിലോമീറ്റർ വേഗത വരെ കൈവരിക്കാൻ ഈ ട്രെയിൻ അനായാസം സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ധനക്ഷമതയുടെ കാര്യത്തിലും നമോ ഗ്രീൻ റെയിൽ വിദേശ ട്രെയിനുകളെ വെല്ലുവിളിക്കുന്നു. ഒരു തവണ പൂർണ്ണമായും ഹൈഡ്രജൻ നിറച്ചാൽ ഈ തീവണ്ടിക്ക് ഏകദേശം 1200 കിലോമീറ്റർ ദൂരം വരെ തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ സർവീസ് സുഗമമാക്കുന്നതിന് വേണ്ടി ഹരിത ഊർജ്ജത്തിന്റെ ഉൽപ്പാദനത്തിലും ഇന്ത്യ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട്. ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു പ്രത്യേക ഹൈഡ്രജൻ ഉൽപ്പാദന റിഫ്യൂവലിംഗ് പ്ലാന്റ് സജ്ജീകരിച്ചിരിക്കുന്നു.
കംപ്രസ് ചെയ്ത രൂപത്തിലുള്ള ഹൈഡ്രജൻ വാതകം കാര്യക്ഷമമായി സംഭരിക്കാനും സുരക്ഷിതമായി തീവണ്ടിയിലേക്ക് അതിവേഗം വിതരണം ചെയ്യാനുമുള്ള എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും ഈ പ്ലാന്റിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചരിത്രപരമായ നേട്ടത്തോടെ ലോകത്താദ്യമായി വാണിജ്യ ഹൈഡ്രജൻ യാത്രാ വണ്ടികൾ അവതരിപ്പിച്ച ജർമ്മനിക്ക് ശേഷം ഫ്രാൻസ്, ജപ്പാൻ, ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നീ വൻ ശക്തികളുടെ പട്ടികയിലേക്കാണ് 6ാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ ഇപ്പോൾ തലയുയർത്തി നിൽക്കുന്നത്. വിദേശ രാജ്യങ്ങൾ അവരുടെ സാങ്കേതിക വിദ്യയ്ക്കായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുമ്പോൾ ഇന്ത്യ നിലവിലുള്ള ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് കോച്ചുകളെ അത്യാധുനിക ഹൈഡ്രജൻ സാങ്കേതിക വിദ്യയിലേക്ക് വിജയകരമായി പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ മികച്ച പതിപ്പ് റെയിൽവേ യാഥാർത്ഥ്യമാക്കിയത്. അതുകൊണ്ട് തന്നെ നിർമ്മാണ ചെലവിലും ഇന്ത്യ ലോകത്തിന് ഒരു പുതിയ മാതൃക കാണിച്ചു. അതിപ്പോൾ നമ്മുടെ ഏത് കാര്യം എടുത്തു നോക്കിയാലും നിർമ്മാണ ചെലവിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു മാതൃക തന്നെയാണല്ലേ. ഭാരതീയ റെയിൽവേയുടെ ദീർഘകാല ലക്ഷ്യമായ നെറ്റ് സീറോ കാർബൺ എമിറ്റർ 2030 എന്ന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് ഈ ഹൈഡ്രജൻ തീവണ്ടി. വരും ദിവസങ്ങളിൽ രാജ്യത്തെ മറ്റ് നോൺ ഇലക്ട്രിഫൈഡ് പാതകളിലേക്കും പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല പ്രദേശമായ മലയോര റെയിൽവേ പാതകളിലേക്കും ഉദാഹരണത്തിന് ഷിംല, ഊട്ടി തുടങ്ങിയ ടൂറിസ്റ്റ് റൂട്ടുകളിലേക്ക് ഈ അത്യാധുനിക സൗകര്യം വ്യാപിപ്പിക്കാൻ റെയിൽവേക്ക് പദ്ധതിയുണ്ട്. ഡീസൽ ഉപയോഗം പൂർണ്ണമായി കുറയ്ക്കുന്നതിലൂടെ പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യമാണ് ഭാരതത്തിന് ലാഭിക്കാൻ സാധിക്കുക. ഒപ്പം ഭീമമായ അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും നമ്മുടെ വരും തലമുറയെ സംരക്ഷിക്കാനും സാധിക്കും. ഹരിത ഗതാഗത വികസനത്തിലൂടെ ഒരു പുതിയ സുസ്ഥിര വികസന മാതൃകയാണ് രാജ്യം ഇന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത്. കൂടാതെ ഈ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തതിനൊപ്പം ജിന്ദിന്റെയും ഹരിത ഊർജ്ജ മേഖലയുടെയും സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും എല്ലാം പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു എന്നത് രാജ്യത്തിന്റെ വികസന കുതിപ്പിന്റെ വേഗത കൂട്ടുന്നു. വെറും ഒരു ട്രെയിൻ യാത്ര എന്നതിനപ്പുറം ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന്റെയും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെയും പ്രഖ്യാപനമാണ് നമോ ഗ്രീൻ റെയിൽ. കുറഞ്ഞ ചെലവിൽ മികച്ച സൗകര്യം സാധാരണക്കാരന് ഉറപ്പാക്കിക്കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഹരിത റെയിൽ ശൃംഖലയായി മാറാനുള്ള ഇന്ത്യയുടെ പ്രയാണം ആർക്കും തടുക്കാനാവാത്ത വേഗതയിൽ മുന്നോട്ട് കുതിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഈ അഭിമാന നേട്ടത്തെക്കുറിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വെറും 5 രൂപ നിരക്കിലുള്ള ഈ ആഡംബര ഹരിത യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ എന്നിവയെല്ലാം താഴെ കമൻറ്റ് ചെയ്യൂ. അതോടൊപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.